ഹലോ ഗെയ്സ്, ലിയാക്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുറത്തു പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തത്. ഞങ്ങളുടെ ഭാഗ്യമാണോ അതോ പ്രകൃതിക്ക് ഞങ്ങളോടുള്ള സ്നേഹമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ പ്രതിഭാസത്തിന് എന്താണ് പേരെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ എപ്പോൾ പുറത്തു പോകാൻ തീരുമാനിച്ചാലും, ഞങ്ങളെപ്പം പുറത്തു പോകാൻ ഇറങ്ങിയാലും നല്ല മഴയായിരിക്കും. ഓൾറെഡി 2-3 ദിവസം കൊണ്ട് ഇവിടെ ശരിക്കും മഴയാണ് കേട്ടോ, അതും ഒരു സത്യമാണ്. അപ്പം ഞങ്ങൾ ചെന്ന ഉടനെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് ഈ സുന്ദരി മിടുക്കിയ കുട്ടിയാണ് കേട്ടോ. ഇവള് മഴയൊക്കെ പിടിച്ചിട്ട് പട്ടയൊക്കെ തിന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ചേച്ചിയോട് ഞങ്ങൾ ഒരു പെർമിഷൻ വാങ്ങിയിട്ട് ഈ പൂ കെട്ടുന്നതിൻ്റെയും ഈ കടയുടെയൊക്കെ ചെറിയൊരു വീഡിയോ എടുത്തു കേട്ടോ. ആ വീഡിയോ ഒക്കെ ശരിയായെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീണ്ടും ഇവളെ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ ക്യാമറ എടുത്ത് തുടങ്ങിയതോടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് മനസ്സിലായതോടുകൂടി ഇവൾ കുറച്ച് ഷോയൊക്കെ അവിടെ ഇറക്കി കേട്ടോ. ചെവി ആട്ടക്കം, തുമ്പിക്കൈ പൊക്കൽ തുടങ്ങിയ ചെറിയ ചെറിയ ഷോ ഇവളും ഇറക്കി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്ന്. അതെ, ഞങ്ങൾ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങളൊരു ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇത് എന്ന് പറയുന്നത് പ്രകൃതി രമണീയതയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ലാത്തൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പം നമുക്ക് ഒരു പീസ്ഫുൾനെസ്, ഒരു ഹാപ്പിനെസ്, നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ റീഫ്രഷ് ആകുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ഹാപ്പിനെസ്, പീസ് മൈൻഡ് കിട്ടുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ സുന്ദരിക്കുട്ടിയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളും ഞങ്ങളോട് നന്നായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി കുറച്ച് ഷോയൊക്കെ ഇറക്കി. അങ്ങനെ ഞങ്ങൾ 3-4 ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം പതുക്കെ താഴോട്ട് നടന്നു. താഴെ ഒരു കുരിശടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുരിശടിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പതുക്കെ താഴോട്ട് നടന്നത്. അങ്ങനെ കുരിശടിയിൽ കയറിയിട്ട് കുറച്ച് നേരം നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നടന്നാലാണ് ജംഗ്ഷനിലെത്തുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും പതുക്കെ നടന്നു തുടങ്ങി. അപ്പോഴത്തേക്കും മഴ നന്നായിട്ട് മാറി കേട്ടോ. മഴ നന്നായിട്ട് മാറിയിട്ട് ഇളം വെയിലെന്നൊക്കെ പറയത്തില്ല, ഒരു ചെറിയ ചൂടുള്ള ഒരു വെയിലും അടിച്ചു തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളുടെ സെൻറ്ററിലോട്ട് വരികയായിരുന്നു. ഞങ്ങളുടെ സെൻറ്ററിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പം പുനലൂർ ചെമ്മന്തൂർ റോഡിൽ ധന്യ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് DQ കഫേ എന്ന് പറയുന്നൊരു കഫയുണ്ട്. അപ്പോൾ ആ കഫയോട് ചേർന്നൊരു എട റോഡുണ്ട്. അപ്പോൾ ആ എട റോഡിലൂടെ വരുമ്പോഴാണ് ഞങ്ങളുടെ ലൊക്കേഷൻ, ഞങ്ങളുടെ സെൻറ്റർ ഉള്ളത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ധന്യ സൂപ്പർ മാർക്കറ്റിന് അടുത്താണെങ്കിലും DQ കഫേയുടെ ആ എട റോഡിലൂടെ വരുന്നതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ഞങ്ങളുടെ സെൻറ്ററിലെത്തി. അപ്പോൾ സെൻറ്ററിലെത്തിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 3-4 പേര് മിസ്സിങ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ വരാത്തവരോടൊക്കെ വളരെ നന്നായിട്ട് തന്നെ പോയ വിശേഷങ്ങളും വിവരങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവെച്ചു. അപ്പം നല്ലൊരു ദിവസം വളരെ ഹാപ്പിയായിട്ട് നല്ല അടിപൊളിയായിട്ട് തുടങ്ങി. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.